ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഗാനിക് ഹെന്ന കോൺസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ സെല്ലോബിയം ഷീറ്റ്സ് കട്ട് ചെയ്യണതോ റോൾ ചെയ്യണതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു സ്പീഡിൽ. അപ്പോൾ അന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു പേജ് ഉണ്ട് ഓർഗാനിക് ഹെന്ന കോൺസ് സെയിൽ ചെയ്യാനായിട്ടൊക്കെ, അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു പേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോൺസ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്ന കൊണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു, പിന്നെ അറിയാത്തവരും മെസ്സേജ് ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടു, നന്നായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഷീറ്റ്സ് കട്ട് ചെയ്യണതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാത്തവരും അറിയണവരൊക്കെ നമുക്ക് പേജിൽ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ സന്തോഷം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ച്, അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും പറ്റിയില്ല ചെയ്യാനായിട്ട്, അപ്പോൾ ഇന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ മെഷർമെൻറ്റിലൊന്നും എടുത്തിട്ടല്ല ഇത് കട്ട് ചെയ്യൽ. അപ്പോൾ ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കാണിക്കാൻ വിചാരിച്ച്. പിന്നെ നമ്മൾ ഒരുവിധം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം, കോൺസ് ഉണ്ടാക്കുന്നതും ഷീറ്റ്സ് കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മടക്കി ഇനി എല്ലാ വശവും നമ്മൾ ഒരേപോലെ ആക്കിയെടുക്കുക. ശേഷം അതിൻ്റെ സെൻറ്റർ നമ്മൾ ഓപ്പോസിറ്റ് മടക്കുകയാണ് ചെയ്യാം. അത് ഓപ്പോസിറ്റ് സെൻറ്റർ മടക്കുക, ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സെൻറ്ററായിട്ട് മടക്കുക, രണ്ട് ഭാഗം ഒരുപോലെ. അങ്ങനെ മടക്കിയെടുത്തിട്ട് നമ്മൾ വീണ്ടും സെൻറ്റർ മടക്കുകയാണ് ചെയ്യുക. ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സെൻറ്ററായിട്ട് ഒപ്പം മടക്കിയെടുക്കുകയാണ്. നമ്മൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാ ഭാഗവും ഒരുപോലെ എന്നുള്ളത്. വീണ്ടും നമ്മൾ ഒന്നുകൂടി മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും മടക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, കുറച്ച് മൂർച്ചയുള്ള കത്രിക എടുക്കാൻ നോക്കുക. എന്നിട്ട് മറ്റേ ഭാഗം നല്ലോണം നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് പിടിക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളും കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓപ്പോസിറ്റ് ഭാഗം ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചെടുത്താൽ മതി. വേറെ റിസ്ക് ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളൂ. മുറിച്ചുള്ളൊരു കത്രിക ആയാൽ മതി എന്ന് മാത്രം. നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഒരു വൃത്തികേടില്ലാതെ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ വെട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ ഒരു ടാപ്പും ഒരു ബോൾ പിന്നും വേണം. നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോൾ ബോൾ പിൻ വെച്ച് ചെയ്യേണ്ടതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇവിടെ ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടത് കൈൻ്റെ ആ ഭാഗത്ത് നിന്ന് കുറച്ച് വിട്ടിട്ട് വലത് കൈ കൊണ്ട് ഇതുപോലെ റോൾ ചെയ്ത് തുടങ്ങുക. ഒന്ന് ലൂസാക്കിയിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് കുറച്ച് റോൾ ചെയ്തിട്ട് നമ്മൾ ആ ഹോളിലേക്ക് പിന്നൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും റോൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളിലേക്ക് റോൾ ചെയ്ത ആ ഒരു ഭാഗം നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുക, മുകളിലേക്ക് ഇങ്ങനെ വലിക്കുക, അമർത്തി പിടിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഹോളും കറക്റ്റ് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ആ പിന്ന് മാറ്റിയിട്ട് നമ്മൾ ഹോള് നോക്കുക. എന്നിട്ട് ഇതുപോലെ ടാപ്പ് എടുത്തിട്ട് ആ ബാക്കി വരുന്ന ആ ഭാഗത്ത് ഒട്ടിച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം.
ഞാൻ ഒന്നുകൂടിയും കാണിക്കുക. നമ്മൾ ഷീറ്റ് എടുത്ത് എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഭാഗം വിട്ടിട്ട് വലത് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഒന്ന് ലൂസാക്കി റോൾ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പിന്ന് വെച്ചിട്ട് ഒന്നും കൂടി റോൾ ചെയ്യുക. അങ്ങനെ റോൾ ചെയ്ത് ലാസ്റ്റിൽ നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലത് കൈ കൊണ്ട് ആദ്യം റോൾ ചെയ്ത ഭാഗം ഉള്ളിൽ നിന്ന് മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്ന് മാറ്റിയിട്ട് നമ്മൾ ടാപ്പ് അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. കണ്ടില്ലേ? അതുപോലെ തന്നെ ഷീറ്റ്സ് നമ്മൾ കറക്റ്റ് എല്ലാ ഭാഗവും മടക്കി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് 15 പ്രീ കട്ട്സ് വരെ കിട്ടും. നമുക്കിപ്പോൾ ഇവിടെ 15 പ്രീ കട്ട്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ബോൾ പിന്ന് യൂസ് ചെയ്യാതെയും റോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ബോൾ പിന്ന് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ ചെയ്തിപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഇത് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൂസാക്കിയിട്ടൊന്ന് റോൾ ചെയ്യുക. ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹോള് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി ബാക്കി പ്രീ കട്ട്സ് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പ്രീ കട്ട്സ് ഒക്കെ റോൾ ചെയ്തു. ഇനി നമ്മൾ ഫില്ലിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് മെഷീനിൽ ഇതുപോലെ റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്യാറുണ്ട്. കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചങ്ങോട്ട് യൂസ് ചെയ്താൽ ഇതുപോലെ ഹെന്ന പേസ്റ്റൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ മാറ്റും. അപ്പം നമ്മൾ വെയിറ്റ് മെഷീനിൽ അങ്ങനെ വൃത്തികേടൊന്നും ആവില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാന്ന് മാത്രം. അങ്ങനെ ഇതുപോലെ ജസ്റ്റ് കവർ ചെയ്ത് വെക്കുക. അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ പേസ്റ്റ് എല്ലാതും ഫില്ല് ചെയ്യാണ്. ഫില്ല് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാതും ഒരു ഫില്ല് ചെയ്ത് വെക്കും. ശേഷമാണ് നമ്മൾ ലാസ്റ്റ് ടാപ്പ് ചെയ്യാം. എല്ലാതും ഒരേ വെയിറ്റിൽ. ഇപ്പം ഞാനിവിടെ 25 ഗ്രാംസിൻ്റെ കോൺസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ശേഷം നമ്മളിതുപോലെ നമ്മളെപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് പേസ്റ്റ് അധികം താഴ്ത്തിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആകെ പുറത്തേക്ക് പോവും. കുറച്ചധികം ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ സുഖമായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ അമർത്തുമ്പോൾ ഒക്കെ ഉള്ളിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മളിതുപോലെ ആദ്യം മുകൾ ഭാഗം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹെന്ന പേസ്റ്റ് അടിയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിഭാഗം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ബോൾ പെന്ന് യൂസ് ചെയ്യുന്നവർക്ക് ബോൾ പെന്നും യൂസ് ചെയ്യാം. ഞാൻ സെല്ലോ ടാപ്പാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് പിന്നെ മുകൾ ഭാഗം നമ്മൾ ടാപ്പ് ചെയ്യാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മടക്കുക മുകൾ ഭാഗം. എന്നിട്ട് സെൻറ്റർ ഒന്ന് പിടിച്ചിട്ട് രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി മടക്കുക. സിമ്പിളാണ്. ചെയ്ത് നമുക്ക് എളുപ്പമായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ടാപ്പ് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ മുകൾ ഭാഗം വലിച്ച് നല്ല അമർത്തി ഒട്ടിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മൾ പേസ്റ്റ് നമ്മൾ ഇടാൻ വേണ്ടി എടുക്കുമ്പോൾ
പേസ്റ്റ് ഇങ്ങനെ ഫുള്ള് പുഷ് ചെയ്ത് ഇങ്ങനെ പുറത്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു മിനിമം ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആകുമ്പോൾ നമ്മുടെ ടാപ്പ് എടുത്ത് നമ്മൾ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പേസ്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ജോയിൻറ്റ് ഇങ്ങനെ വിട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒട്ടിച്ച് കറക്റ്റ് ചെയ്യാം. നമ്മളുടെ ഒരു കോണ് ഇതുപോലെ ഫില്ല് ചെയ്ത് എല്ലാം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ കോൺസ് കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ പാക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോൺസൊക്കെ ഫില്ല് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ഈ കോൺസിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാൻ ഞാൻ കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഓർഗാനിക് എൻനോൺസ് ഇടാൻ പറ്റും. ഒരു സ്റ്റെക്ക് ആവാതെ കണ്ടില്ലേ, നല്ല തിന്നായിട്ട് നല്ല രീതിക്ക് നമുക്ക് ഇടാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഈ പ്രാക്ടീസ് ഹാൻഡിൽ കാണിച്ചു തരാം. ഇതിൻ്റെ കൈൻ്റെ അടിയിലൊക്കെ ഓൾറെഡി ഹെന്ന ഉണ്ട്. കണ്ടില്ലേ, നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും, ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുന്നതുവരെയും ബൈ.